രമ്യ, നീ ആരെയാണ് തല്ലിയെന്ന് ഓർത്തോളണം. രമ്യ, നീ ആരെയാണ് തല്ലിയെന്ന് നീ ഓർത്തോളണം. അതിന്റെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ അത്? ഫസ്റ്റ് അടിക്കാൻ എന്റെ റിലേ പോയെന്ന്. ആര് തല്ലിയെന്നാ അറിയത്തില്ലയോ? വാഴക്കാടൻ അനീഷ് എന്ന് പറയുന്ന നിങ്ങളെ ഈ രമ്യ തല്ലിയത്. അത് ഞാനല്ലേ, വാഴക്കാട് അനീഷ്. നീ എന്തിനാ തല്ലിയത്? സുമതി ചേച്ചി, നിങ്ങളിത് കേൾക്കണം. ഇന്നലെ തിരുവോണമായിട്ട് നമ്മുടെ വിക്ടോറിയ ക്ലബിൽ നല്ല ഒന്നാന്തരം ഒരു ഓണാഘോഷം നടത്തി. എല്ലാ ചെറുപ്പക്കാരും അവിടെ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ മത്സരത്തിൽ പങ്കെടുത്തു. ഈ മനുഷ്യൻ, ഈ അനീഷേട്ട അവിടെ പോയിട്ട് എന്തുവാ കാണിച്ചെന്നറിയാമോ? ഈ മനുഷ്യന്റെ കണ്ണ് കെട്ടി കറക്കി അങ്ങോട്ട് വിട്ടപ്പം ഉന്നം തെറ്റാതെ നേരെ അങ്ങോട്ട് പോയി രഘുവിന്റെ ഭാര്യ സുമയുടെ നെറ്റിയിൽ കൊണ്ടിരിക്കും. എന്തുവാ നിങ്ങൾ കാണിച്ചതെന്ന് നിങ്ങൾ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഭവതി ഈ ദൃശ്യം എവിടെ വെച്ചാ കണ്ടത്? ഞാനാ പാവം പിടിച്ച ഷിബുവിന്റെ അടുത്ത് നിന്നാ ഞാനത് കണ്ടത്. നിങ്ങൾ കേൾക്കണം, എന്തോരം ജനക്കൂട്ടമായിരുന്നറിയാമോ? എനിക്കാണെങ്കിൽ നീളം കുറവ്. അത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് എനിക്ക് കാണാൻ പറ്റത്തില്ല. ആ മനസാക്ഷിയുള്ള ആ ഷിബുവണ്ണൻ എന്നെ ഇങ്ങനെ വാരി എടുത്ത് ഇങ്ങനെ പൊക്കി കാണിച്ച്, അങ്ങനെ ഞാൻ കണ്ടതറിയാമോ? ഷിബുവിന്റെ മനസാക്ഷി, വീൽ ചെറിയിരിക്കുന്ന അവന്റെ അമ്മ, അവൻ പോരുന്ന ആൾക്കാരുടെ മുട്ടാണ്, അതവൻ എടുത്ത് കാണിച്ചിട്ടില്ല. അവന്റെ മനസാക്ഷിയെ കുറിച്ചൊന്നും നീ പറയുന്നത്. എടി, ഈ ശിവുവും നീയായിട്ടുള്ള കഥ നിന് കല്യാണത്തിന് മുമ്പ് ഞാനിത് അറിഞ്ഞതാ. അതെങ്ങനെ കെട്ടാതെ പോവാതിരിക്കും? നിന്റെ അച്ഛനെ വലിയ വായിലിഞ്ചി പറഞ്ഞു, എന്റെ മോളെ കെട്ടുന്നവർക്ക് എന്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കുമെന്ന്. എന്നിട്ട് തന്നില്ലയോ? തന്നു. ഒരു മുറുക്കാമ്പതി എന്റെ കൈ കൊണ്ട് വെച്ചിട്ട് പറയുന്നു, എന്റെ കയ്യിൽ ഇതേ വെള്ളം. നിങ്ങൾ കേൾക്കണം, നല്ല ഒന്നാന്തരം ഒരു ജോലിക്കാരനാണെന്നും പറഞ്ഞോണ്ട് എന്റെ അച്ഛൻ ഇങ്ങാരുടെ കൂടെ എന്നെ കെട്ടിച്ചു വിട്ടത്. ഇങ്ങാര് ജോലിക്ക് പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായെന്നാ നിങ്ങളുടെ വിചാരം? ഓ, അതാണ് വലിയ ആനക്കാര്യം. ജോലിക്ക് പോണാണല്ലോ വലിയ ആനക്കാര്യം. നിങ്ങൾ കാരണം ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ നാണിച്ച് നാണം കെട്ട് കറക്കം പോലും ഇപ്പൊ നിർത്തി, അറിയാമോ? അതെന്താണെന്നോ? ആ ഫാനിന്റെ സ്പീഡിനെക്കാട്ടില്ല നിങ്ങളോട് പണിക്ക് പോകാൻ പറയുമ്പോ ആ മുറിക്കകത്ത് കിടന്ന് നിങ്ങൾ ഇങ്ങനെ വട്ടം കറങ്ങുന്നത്, അറിയാമോ? കൂടുതൽ സംസാരിക്കില്ല നീ. നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. എന്റെ അനീഷേട്ടാ, പുലിക്കളിക്ക് നിങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല, കേറി പോകത്ത്. ക്ലബിലെ പ്രസിഡന്റ് ഞാനാണെങ്കിൽ പുലിക്കളിക്ക് പോയി അവിടെ ചെന്ന് കളിക്കുകയും ചെയ്യും. നിനക്ക് വല്ല ചെയ്യാണ് ചെയ്യും. ഈ വീട്ടിന്റെ പ്രസിഡന്റ് ഞാനാണെങ്കിൽ നിങ്ങൾ ഒരു പുലിക്കളിക്ക് ബഹളം വെക്കരുത്. ക്ലബിലെ സെക്രട്ടറിയാണ് പറയുന്ന ബഹളം വെക്കരുത്. ക്ലബിന്റെ സെക്രട്ടറിയാണ് പറയുന്ന ബഹളം വെക്കരുത്. ഒരുത്തന്റെ ഓണക്കോടി വലിച്ചു കയറിയിട്ട് തല്ലുകയെന്ന് പറഞ്ഞാൽ ആരാ സഹിക്കുന്ന? അല്ല, ആരാ ഓണക്കോടി വലിച്ചു കയറിയിട്ട് അടിച്ചെന്ന് പറഞ്ഞ? എന്റെ ഓണക്കോടി വലിച്ചു കയറിയിട്ട് അവന്മാര് തല്ലി. ആരുടെ കണ്ടില്ല, അതിൽ ബാനറല്ലേ കിട്ടിയത്. എന്തിനാ തല്ലിയത്? ഇടാ, നിന്നെ കണ്ടിരുന്ന പുലിയെ കണ്ടില്ലെന്നും പറഞ്ഞ് വേട്ടക്കാരൻ അവിടെ കിടന്ന് ബഹളം. അതെങ്ങനെ എനിക്ക് വരാൻ പറ്റി? എവിടെ വീട്ടിൽ നിന്ന്? അത് മാത്രമല്ല, ഒരു പെങ്കൊച്ചും വിഷയം ഉണ്ടാക്കി. എന്തോന്ന് വിഷയം? കണ്ണ് കെട്ടി കലവഴിക്കാൻ വേണ്ടിട്ട് ഒരു പെങ്കൊച്ചിനെ ഞാൻ കണ്ണ് കെട്ടി അങ്ങ് വിട്ട്. ഈ പെങ്കൊച്ചിനെ ഞാൻ വട്ടം ചുറ്റി പിടിച്ചെന്നും പറഞ്ഞ തല്ലി. എന്തോ അവിടെ നാട്ടുകാർ മൊത്തം പറയണം ഞാനും പെങ്കൊച്ചിനെ വട്ടം ചുറ്റി പിടിച്ചെന്ന്. ഞാൻ ഈ പെങ്കൊച്ചിനോട് ചോദിച്ചു, കൊച്ചെ നീ കണ്ടോ എന്നെ? ഈ കൊച്ചാണെങ്കിൽ കണ്ടിട്ടില്ല. അത് വിട്, നീ വരാത്ത കാര്യം പറ. ഞാൻ വരാത്ത കാര്യം രമ്യ, എന്താ രമ്യ ഇത്? നല്ലൊരു ഓണമായിട്ട് എന്നും കുന്നും നിങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ക്ലബിൽ കാര്യങ്ങൾ നടക്കണ്ടേ? തുളസി എണ്ണം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കാൻ? കഴിഞ്ഞ ദിവസം നല്ല ഒന്നാന്തരം ഒരു ഓണമായിട്ട് ഇവിടെ നമ്മൾ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ മത്സരം നടത്തിയായിരുന്നു. രമ്യയുടെ ചുണ്ടിന്റെ താഴെ ഒരു കറുപ്പുണ്ടായിരുന്നല്ലോ, അതെന്തോ ഇത്? അത് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അത് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഇന്നലെ ഈ മനുഷ്യൻ അവിടെ കിടന്ന് എന്തുവാ കാണിച്ചേ? എല്ലാരും കൃത്യമായിട്ട് കൊണ്ടുപോയ ഫോട്ടോയ്ക്ക് പൊട്ടുകുത്തി. ഈ അനീഷേട്ട അവിടെ എന്തുവാ ഇന്നലെ കാണിച്ചേ? പിരി എവിടെ ത്രെഡ് ചെയ്യുന്നേ? അത് നമ്മുടെ രമയുടെ ബ്യൂട്ടി പാർലറില്ലേ? ആ ബ്യൂട്ടി പാർലർ പോകില്ല, നന്ദന ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലർ ജംഗ്ഷനിലുണ്ട്. പിന്നെ അവരാണ് ത്രെഡിങ് എന്ന് പറഞ്ഞാൽ എന്ത് രസം എന്നറിയാം. എന്റെ ഈ മീശയില്ലേ, ഇത് ഇച്ചിരി വര കണക്കേ ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം നട്ടുപിടിപ്പിച്ചല്ലേ. ഓ, പിരിയത്തിന്ന് വെട്ടി നട്ടുപിടിപ്പിച്ചു. അവരെന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഭയങ്കര വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞോണ്ട് വന്നത്. രമ്യല്ലേ പറഞ്ഞ? രമ്യ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ? എന്നെ ശ്രദ്ധിക്കാനല്ല, പിന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാനാ ഞാൻ പറഞ്ഞത്. ഈ മനുഷ്യൻ അവിടെ എന്തുവാ ഇന്നലെ കാണിച്ചു? കണ്ണ് കെട്ടി അങ്ങോട്ട് വിട്ടു, നേരെ പോയി സുമയുടെ നെറ്റിക്ക് ഒരു പൊട്ടുകുത്ത്. നീ ഈ ഉന്നം തെറ്റാതെ എങ്ങനെയാ കറക്റ്റ് അവിടെ തന്നെ ചെന്ന് പൊട്ടുകുത്തി കൊടുത്താ? അല്ല, ആരെങ്കിലും കയ്യിൽ വെച്ച് അകന്ന് വിട്ടാ? കണ്ണടച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല അതെല്ലാം ഞാൻ ക്ഷമിച്ച് അവിടെ നിന്നോണ്ട് പറയുക, സുന്ദരിക്ക് ഞാൻ പൊട്ടുതൊട്ടേ, എന്റെ സുന്ദരിക്ക് ഞാൻ പൊട്ടുതൊട്ടേന്ന്. അപ്പൊ ഞാൻ ആരാണ്? എടാ, ഒരു ഭാര്യ നോക്കി നിൽക്കുമ്പോ മറ്റൊരു അന്യ ഭാര്യയെ സുന്ദരി എന്ന് വിളിക്കുന്ന ഒരു ഭാര്യ സഹിക്കോ? അവള് സഹിക്കോ? നീ എന്താ അങ്ങനെ വിളിച്ച? ചില ആംഗിളിൽ അവളെ കാണാൻ നല്ല സുന്ദരിയാ പെണ്ണെ കാണാനേ. രമ്യ,
ഇതൊരു വിഷയമാക്കി എടുക്കണ്ട. നീ ഒരു കാര്യം മനസ്സിലാക്കണം, മക്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില വീടുകളിൽ ഓണസദ്യ വിളമ്പി വെച്ചാലും പഴങ്കഞ്ഞിയും ഉണക്കമീനെ കഴിക്കും. അങ്ങനെ ഉണ്ടോ? മനസ്സിലാക്കി ഉണ്ടോ? അയാളൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും എന്ന് പറയണ്ട. കൊച്ചിനൊന്ന് കാണിക്കാത്തന്തറ ഇവളെന്തോ സൈക്കുവാണെന്ന് പറയുന്നു. സൈക്കോ ആണെന്നല്ല, ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ വേറൊന്നും കണ്ടൊന്നും അല്ല, വിവരവും വിദ്യാഭ്യാസവും ഇല്ല. എനിക്കോ? ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? എനിക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലെന്നോ? ഇത് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത്. എടി അങ്ങനെയാണ് നീ ഒരു ഓട്ടോ വിളിച്ച് കഴക്കൂട്ടത്ത് ഹൈസ്കൂളിൽ പോയി തിരക്കണം എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാന്ന്. അവിടെ ഓട്ടോ വിളിച്ച് അവിടോട്ട് ചെല്ലുമ്പോ അവർക്ക് അണിയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ? അങ്ങനെയാണെങ്കിൽ ഓട്ടോ വിളിച്ച് LP സ്കൂളിൽ പോയി തിരക്കണം ഞാൻ പഠിച്ചിട്ടുണ്ടാന്ന് തിരക്കാൻ. അവിടെ ഓട്ടോ വിളിച്ച് ചെല്ലുമ്പോ അവര് അണിയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? അങ്ങനെയാണെങ്കിൽ ആ ഓട്ടോനെ പിടിച്ച് നീ നേരെ പോയി അംഗനവാടി കഴക്കൂട്ടത്ത് അംഗനവാടി പോയി തിരക്കണം ഞാൻ പഠിച്ച ഇല്ലെന്ന്. ഒരു നിമിഷം വരും. നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടോണ്ട് ഓട്ടോ വിളിച്ചോണ്ട് പോയാലേ ഓട്ടോ കൂലിയൊക്കെ എന്തോ ചാർജാ. ഈ ഇടയ്ക്ക് ഞാൻ എന്റെ മാമിയുടെ വീട്ടിൽ പോയി, വഴിയറിയാതെ ഒരു ചുറ്റിയിട്ട് മാമിയുടെ 10 സെന്റ് വസ്തു ഓട്ടോക്കാരന്റെ പേരിൽ എഴുതി കൊടുത്തു. നമ്മൾ ചിന്തിക്കണം, നമ്മൾ അങ്ങനെ ആരെങ്കിലും പറയാം അവൻ പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ഇനി ആലോചിച്ചിട്ട് എന്തോ കാര്യം. എനിക്കാ തെറ്റുപറ്റിയത്. 65 വയസ്സുള്ള ഇങ്ങാരുടെ അച്ഛൻ മുണ്ട് മുറുക്കി കൊടുത്താ ഇപ്പോഴും ജീവിക്കുന്നത് അറിയാമോ? അത് നല്ലതല്ലേ, ഓണമല്ലേ, മുണ്ടൂരി താഴെ പോയി കഴിഞ്ഞാൽ നാണക്കേടല്ലേ. കിടക്കട്ടെ, മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കട്ടെ. അതാണോ പറഞ്ഞത്? ഇന്നും അങ്ങാരാണ് ഈ കുടുംബത്തിന് ചെലവിന് തരുന്നേന്നാ ഞാൻ പറഞ്ഞത്. അയ്യേ, എന്തോ മനുഷ്യനാടാ. വിക്ടോറിയ ക്ലബിന്റെ പ്രസിഡന്റിന് അച്ഛനെ ജോലിക്ക് വിട്ടാ ജീവിക്കുന്ന എപ്പോഴും. എന്തോടാ നീ? സെക്രട്ടറി അച്ഛൻ ഇന്നലെ തൊഴിലുറപ്പിക്കുന്നത് ഞാൻ കണ്ട്. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് എന്നോട് പറയുന്നത് എന്തോന്നറിയാമോ? എന്റെ കുടുംബത്തിന് ആസ്തിയില്ലെന്ന്. ആസ്തിയില്ലയോ? 1000 പേർക്ക് സദ്യ വിളമ്പി കൊടുക്കുന്ന കുടുംബം തറവാടായിരുന്നു എന്റെ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു തറവാട് ഉണ്ടാ എന്റെ അനീഷേ? 1000 പേർക്ക് സദ്യ കൊടുക്കുന്ന തറവാട്ടിലെ പെണ്ണായിരുന്നു. ഒരു ഊണ് എനിക്ക് പോയി അടിക്കണം. എവിടെ ഈ തറവാട്? അത് പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഓഡിറ്റോറിയത്തിന് ബാക്കിൽ പോയി താമസിച്ച 1000 ഇല്ല 16 പേർക്ക് ഊണ് കൊടുക്കുന്ന കാണാം. അങ്ങനെ ഉണ്ട്. കളിയാക്കുന്നു, ഫോൺ അടിക്കുന്നു. അയ്യോ, ഹലോ. ഓ ഓ ഓ അതെ ആണല്ലേ. ആ വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആവശ്യമില്ല സംസാരിക്കാം. ഗ്രൂപ്പിലൊന്ന് നോക്കട്ടെ. നമ്മുടെ ഷീബ ഇല്ലേ, ക്ലബിന്റെ ഇപ്പുറത്തെ ഷീബ. ഓ ഷീബ നമ്മുടെ ഓട്ടോക്കാരൻ ബിജുവായിട്ട് ഒളിച്ചോടിയുന്നു. ഓണമായിട്ട് വല്ല കാര്യം ഉണ്ടായി. ഇതാരെങ്കിലും കേട്ടാലും നമ്മളിത് വെളിയിൽ ആരും കേൾക്കാതെ നോക്കണം കേട്ടോ. പുറത്തായി കഴിഞ്ഞാലേ മറ്റ് ക്ലബ്ബുകാർ കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാലും. ഇവിടെ എനിക്കറിയാം, ഇവൾ ഒരു മനുഷ്യനോട് മിണ്ടാത്തൊരു പെണ്ണായിരുന്നു. അതല്ലെങ്കിലും പണ്ടേ ഉള്ളതാണ്. ഈ ബാറ്ററി ഊരിയിട്ടേക്കുന്ന റേഡിയോണ് എടുത്തോണ്ട് പോയ എളുപ്പം. പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളിത് നമ്മുടെ ക്ലബിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കണം, വെളിയിൽ അറിയരുത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ തറവാട്ടിലോ എന്റെ കുടുംബത്തോ ഇങ്ങനൊരു പ്രശ്നമില്ല. പിന്നെ ആരെങ്കിലും ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കുടുംബത്തിൽ നിന്ന്. ഇവള് എന്റെ തറവാട്ടിനെ കുറിച്ച് വലിയ വലിയ വായിൽ പറയുന്നില്ല. നിങ്ങൾ ഇത് വെളിയിലാണ് കേൾക്കും. എന്റെ അച്ഛനും അമ്മ ഇവിടെ വന്നപ്പ പാവയ്ക്ക തോരനും പച്ചച്ചോറും ഉണ്ടാക്കി വെച്ചത് കട്ടിലിൽ കയറി തിരിഞ്ഞു കിടന്നു പറഞ്ഞവള്. എന്റെ അച്ഛനും അമ്മ ഇവിടെ വന്നപ്പോഴത്തേക്ക് പാവയ്ക്ക തോരനും ഉണ്ടാക്കി പച്ചച്ചോറും വെച്ചിട്ടേ ഇവള് കട്ടിലിൽ കയറി തിരിഞ്ഞു കിടന്നു. എന്റെ അച്ഛനും അമ്മ വന്നേക്കെ വിട്, കട്ടിലിൽ കയറി തിരിഞ്ഞു കിടന്നെന്ന് പറഞ്ഞില്ലേ, അവിടെ തൊട്ട് പിടി. കണ്ടോ അവിടെ ഒക്കെ നിന്ന് ആൾക്കാർ കേൾക്കുന്നത് കണ്ടോ? അത് നമ്മൾ ഈ വഴക്ക് നടന്നപ്പോൾ ഞാൻ വരാം, ഹാപ്പി ഓണം, ക്ലബിലോട്ട് വരാം, സംസാരിക്കാം. ഇതാ ഇതുകൊണ്ടാ ഞാൻ എത്ര കാലം കൊണ്ട് ഞാൻ ഇയാളോട് പറയുവാന്നറിയോ ചേട്ടാ, നമുക്ക് ഇവിടം വിറ്റിട്ട് നല്ല സിറ്റിയുടെ ഹൃദയഭാഗത്ത് നമുക്ക് നല്ല ഒന്നാന്തരം ഒരു വീട് വെച്ച് മാറാൻ എത്ര കാലം കൊണ്ട് ഞാൻ പറയുവാന്നറിയോ? അനീഷേ, വിക്ടോറിയ ക്ലബിലെ മെമ്പേഴ്സിനോട് ഒരു വാക്ക് നിനക്ക് പറയാൻ പാടില്ലേ? നമ്മൾ സഹായിക്കത്തില്ലേ? അത് മാത്രമല്ല, അവളുടെ സ്ത്രീധനം ഉണ്ടെന്ന് അവള് പറയുന്നില്ല. പിന്നെ എന്തോ വേണം നിനക്ക്? ഒരു സ്ത്രീധനം തന്നെന്ന് പറയുന്നില്ല. എന്ത് തന്നു, എത്ര തന്നെന്ന് ചോദിച്ചു. ഒരു പുച്ഛത്തോട് പറയുന്ന ഞാൻ സ്ത്രീധനം തന്നില്ലേ നിങ്ങൾക്ക്? അണ്ണൻ കേക്കണം, 2.5 പവന്റെ സ്വർണവും 25,000 രൂപ എണ്ണിയാടെ കയ്യിലോട്ട് കൊടുത്താ ഞങ്ങൾ. സിറ്റിയുടെ ഹൃദയഭാഗത്തല്ലേ? സിറ്റിയുടെ പാങ്ക്രിയാസിന്റെ ഞരമ്പിലാവുന്നോണ്ട് കുഴപ്പമുണ്ട്. 2.5 പവന്റെ സ്വർണവും 25,000 രൂപ എണ്ണി കൊടുത്തതാ. ഈ 2.5 പവന്റെ സ്വർണവും 25,000 രൂപയ്ക്ക് ഇന്ന് മേടിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളേ ഉള്ളൂ. 2 പച്ച തേങ്ങയും 2 കിലോ വെളിച്ചെണ്ണ.
വീട് വെക്കാൻ പറ്റുമോ? അതുകൊണ്ട് വീട് വെക്കാൻ പറ്റും. വീട് വെക്കാൻ പറ്റുന്നതാണോ? ഈ നല്ലൊരു ഓണം വന്ന് എത്ര ഓണം വന്ന് എന്റെ അച്ഛനെ ഒന്നും കൊണ്ട് കാണിച്ചിട്ടുണ്ടോ ഇയാള്? ഇത് എന്തോ മോശം മനീഷയെ കാണിക്കുന്നത്. നമ്മുടെ കുട്ടികളും ഭാര്യകളും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആണുങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മളവിടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ? എന്റെ ഭാര്യ ഇതുപോലെ ഒരു ദിവസം പറഞ്ഞു അച്ഛനെ കാണണോ ഓണത്തിന് അച്ഛനെ കാണണോന്ന് പറഞ്ഞു. 8 കൊല്ലമായി ഞാൻ കൊണ്ടാക്കിയിട്ട്. അച്ഛനെ കണ്ടോണ്ട് അവിടെ ഇരിക്കും. പിന്നെ കൊച്ചുങ്ങളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ പോകും. കാരണം കൊച്ചുങ്ങളെ നമ്മളെ കാണണമല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനസാക്ഷി ഇല്ലാത്തവരല്ല, അങ്ങനെ നമ്മൾ ചെയ്യണം. കേൾക്കണോ? എത്ര നല്ല ആലോചന എനിക്ക് വന്നതെന്ന് ചേട്ടൻ അറിയാവോ? ചേട്ടാ, എഞ്ചിനീയർ, കാർപ്പന്റർമാര്, പ്ലംബിങ്ങുകാര്, വയറിങ്ങുകാര്, എത്ര നല്ല ആലോചന വന്ന. എന്നിട്ട് രമ്യെ ഗസ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്? ഈ സമയത്ത് നിങ്ങളുടെ വീട് പണി നടക്കുമായിരുന്നല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ഇത്രയും പണിക്കാർ നിങ്ങളുടെ വീട്ടിൽ വരില്ല. നമുക്ക് ഈ ആപത്ത് വരുമ്പോ ഓട്ടോ പിടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ കാക്കെങ്കിലും കൊത്തിക്കൊണ്ട് നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുവരും. അങ്ങനെ ഉണ്ട്. അതെന്തോ വർത്തമാനമാ പറഞ്ഞത്? ഞാൻ ഇത്രയും സമയം സഹിച്ചു അനീഷ. എന്തോ ഈ കാണിച്ച കാക്ക കൊത്തിക്കൊണ്ടിട്ടു. ഒരു പെൺകൊച്ചിന്റെ മുഖത്ത് നോക്കി കാക്ക കൊത്തി. ഇത് ഇത്രയും സുന്ദരിയായ ഒരു കൊച്ചിനെ കാക്ക കൊത്തിക്കൊണ്ടിട്ടു. ഓണമായിട്ട് നിനക്ക് എന്താണ്? പരുന്ത് റാഞ്ചിക്കൊണ്ടിടാം. അതാ വെയിറ്റ് ബാലൻസ് ഉണ്ട്, വെയിറ്റ് ബാലൻസ്. കാക്കയുടെ കൈ നിൽക്കൂല റാഞ്ചാൻ. മനസ്സിലായോ? അത് മനസ്സിലാക്കണം അല്ലേ? ഇറങ്ങ്. ഓ ഞാനോ? ഇറങ്ങ്. വിക്ടോറിയ ക്ലബിലോട്ട് പോ. ചെല്ല്. ഞാൻ പറയുന്നവന്ന് മനസ്സിലാക്കി രമ്യെ. രമ്യെ നിന്റെ മുട്ടിനെ ചേട്ടടിച്ചാ പൊട്ടി. ഞാൻ പൊട്ടിക്കുന്നു. എന്റെ ഞാനേ എവിടെ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിക്കട്ടാന്ന് പറയട്ടാ. എന്തിനു വെറുതെ നിന്റെ മൂക്കില്ലാതെ ഇവിടെ അയ്യോ ഓടി വരണേ. ഈ ഓണമായിട്ട് എന്നെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്ന കണ്ടോ? എന്റെ കയ്യും നടുവെല്ലാം ഇങ്ങനെ അടിച്ചോടിക്കുന്ന കണ്ടോ? എന്റെ ദൈവമേ. ഷൂട്ടിങ് നടന്നത് കാസർഗോഡും ഡബ്ബിങ് തിരുവനന്തപുരത്തും. ഇത് സ്ഥിരം പരിപാടിയാണ്. എന്നെ എടുത്തിട്ട് അടിച്ചിട്ട് എവള് മാത്രം ഇന്ന് കരയും. ആണല്ലേ? അങ്ങനെ ഉണ്ട്. ഹലോ അതെ. ഓ പറ വൈഫ് ഒരു നിമിഷം വൈഫ്. ഓ ഞാൻ വന്നേക്കാം. ഇനി അത്ര വലിയ പ്രശ്നമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. അവൻ്റെ അടുത്ത് പറ നമ്മുടെ വയലിൽ വരാൻ പറ. നമ്മുടെ പയ്യന്മാരുണ്ടല്ലോ. ഓ ഈ നിസ്സാര കാര്യത്തിന് കൊട്ടേഷൻ കൊടുക്കുവാണെങ്കിൽ വരാൻ പറ. ഓ ഓണായ നമുക്കെന്താ വിഷയമല്ല, വരാൻ പറ. ഞാനുണ്ട്. ഓ കാണാം. എന്തോ പ്രശ്നം? ആരാ? എന്റെ വൈഫിന്റെ ആംഗ്ലയായിട്ട് ഞാൻ സ്വരച്ചേർച്ച പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇവന് ഞാന് സദ്യ വിളമ്പുമ്പം ഉപ്പേരി കുറഞ്ഞു പോയെന്നും പറഞ്ഞ് എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തേക്കുന്നു. ഞാൻ പറഞ്ഞു ക്ലബിൽ വരാൻ പറഞ്ഞ്. നമുക്ക് കാണാലോ നമ്മുടെ ക്ലബിൽ, വിക്ടോറിയ ക്ലബിൽ ഇടാ. നീ അങ്ങ് വന്നേക്കണം. ഓ പിന്നെ എവളെയും കൂടെ കൂട്ടിക്കോ. എവളെന്തിന്? തല്ല ആള് വേണ്ടേ? എവിടെ പോവാ? അല്ല ക്ലബിൽ പോണ്ടേ? ക്ലബിൽ പോണ്ട. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഈ വീട്ടിനകത്ത് മാത്രമേ ഉള്ളൂ. അവിടെ അടി നടക്കാൻ പോകുന്നതേ 2 ഗ്രാമങ്ങൾ തമ്മിലാ. അതും നിസാര ഒരു ഉപ്പേരിയുടെ പേരില്. കേരളത്തോട്ട് അപ്പൊ എന്റെ പുരിയളി വേണ്ട. എന്നെ കൊണ്ടൊന്ന് പറയരുത് കേട്ടോ. ചേച്ചി ഹാപ്പി ഓണം.